എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. നടന്നു നീങ്ങുന്ന മുഖ്യമന്ത്രിയുടെ സമീപത്തെത്തി ഫോൺ കാണിച്ചതും മുഖ്യമന്ത്രി വേണ്ട എന്ന് പറഞ്ഞ് നടന്നു പോവുകയും ചെയ്തത് വലിയ വാർത്തയുമായി വിവാദവുമായി. ഉദ്ഘാടനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി വേദി വിടുമ്പോഴായിരുന്നു സംഭവം. നിരാശയോടെ കസേരയിൽ ചെന്നിരിക്കുന്ന ആതിരയെയും വീഡിയോയിൽ കാണാമായിരുന്നു. എന്നാൽ നടന്നത് വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണമാണെന്നും വസ്തുതയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്നാണ് ആതിര പ്രതികരിച്ചത്. CM വരുന്ന പരിപാടിക്ക് 5000-ഓളം ആൾക്കാരായിരുന്നു അവിടെ പങ്കെടുത്തിരുന്നത്. പിന്നെ മുഴുവനും സത്യോ? മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാ. ആതിര സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുകയൊന്നും അല്ല ഇല്ല, ഒന്നും ഞാൻ സെൽഫി എടുക്കട്ടെ എന്നൊന്നും ചോദിച്ചിട്ടില്ല. അതില് നമ്മുടെ പ്രസിഡന്റ് മുന്നേ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജില്ലാ പഞ്ചായത്ത് എന്ന രീതിയിൽ ആ നിവേദനം പറ്റിയിട്ട് ഒരു നിവേദനം എന്റെ തരുന്നു. അതിനെ പറ്റി ഞാൻ സംസാരിക്കാനായിട്ട് പോയതായിരുന്നു. എന്റെ കൊച്ചേട്ടൻ നിങ്ങൾക്ക് കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ല. മാറി നിൽക്കാൻ അപ്പൊ പറഞ്ഞു. ഇല്ല, ഒന്നും പ്രത്യേകിച്ചായിട്ട് ഒന്നും എന്റെ അടുത്ത് സംസാരിച്ചില്ല. പ്രസിഡന്റ് മുന്നേ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജില്ലാ പഞ്ചായത്ത് എന്ന രീതിയിൽ ആ നിവേദനം പറ്റിയിട്ട് ഒരു നിവേദനം എന്റെ തരുന്നു. അതിനെ പറ്റി ഞാൻ സംസാരിക്കാനായിട്ട് പോയതായിരുന്നു. വന്നു എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങനെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്കുക. ഇപ്പോഴാ പിടികിട്ടിയത്. തിരക്കിനിടയിൽ നിവേദനം കൈമാറാനായിരുന്നു തന്റെ ശ്രമം. മുഖ്യമന്ത്രി തന്നോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയോ മോശമായി സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. സമാധാന പ്രിയരും യുദ്ധപാരമ്പര്യമില്ലാത്തവരും അഹിംസവാദികളും ഒക്കെയാണ്. ഞങ്ങളെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ നിങ്ങളെ കൂടെ, പിന്നെ നിങ്ങൾ മരിക്കുമ്പോൾ കൂടെ മരിക്കാൻ മാത്രം നിങ്ങളോട് പറയും. ആതിര ഫോണുമായി അടുത്തേക്ക് ചെന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി മാറി നിൽക്ക എന്ന് പറയുന്ന ഓഡിയോ വ്യക്തമാകുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഞാൻ ടയോട്ടാണ്, ഞാൻ ക്ഷീണിതനാണ്. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി.